ജിയോ റൂഫ് ഒരുക്കുന്ന ഫാബ്രിക്കേറ്റർ മീറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിൽ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നിർമ്മാണ വ്യവസായം. ഭവനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, ഫ്ലൈ ഓവറുകൾ തുടങ്ങിയവയെല്ലാം തന്നെ നമ്മുടെ നാടിന് പുത്തൻ മുഖച്ഛായ സമ്മാനിക്കുകയാണ്. ഈ വളർച്ചയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ആധുനികവൽക്കരണവും സാമ്പത്തിക വളർച്ചയും കൂടുതൽ തൊഴിലവസരങ്ങളുമാണ്. നൂതന സാങ്കേതികവിദ്യയും അവയിൽ അധിഷ്ഠിതമായ നിർമ്മാണ രീതികളുമാണ് ഈ വ്യവസായത്തെ അതിവേഗം മുന്നോട്ട് നയിക്കുന്നത്. ഏറെ മാറ്റങ്ങൾ സംഭവിക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് മെറ്റൽ റൂഫിംഗ്. വീടുകളിലെ ട്രെസ്, ഫാക്ടറികൾ, ഗോഡൌണുകൾ എന്നീ വൈവിധ്യമാർന്ന ഉപയോഗങ്ങളുള്ള മെറ്റൽ റൂഫിങ്ങിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവുമധികം പ്രചാരമുള്ളത് കേരളത്തിലാണ്. മെറ്റൽ റൂഫിങ്ങിലെ വിവിധ സാധ്യതകൾ മനസ്സിലാക്കിയ കേരളത്തിൽ ഇതിന് കാരണമായത് ഇവിടുത്തെ കാലാവസ്ഥയാണ്. കടുത്ത വേനൽ, കനത്ത മഴ എന്നിവയിൽ നിന്നും വീടുകളെ ഫലപ്രദമായി സംരക്ഷിക്കുവാൻ മെറ്റൽ റൂഫിങ്ങിന് മാത്രമേ കഴിയൂ. ഒപ്പം വീടുകളിലെ സ്ഥല സൗകര്യക്കുറവും മെറ്റൽ റൂഫിംഗ് പരിഹരിക്കുന്നു. ഏറെ വളർച്ചാ സാധ്യതയുള്ള മെറ്റൽ റൂഫിംഗ് മേഖലയുടെ ഭാഗമാകുന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ശാസ്ത്രീയമായ രീതികൾ ഉൾക്കൊണ്ടു വളരുന്ന മെറ്റൽ റൂഫിംഗ് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു ഫാബ്രിക്കേറ്റർ എന്ന നിലയിൽ നിങ്ങളിലും ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. പരിമിത വൈദഗ്ധ്യമുള്ള ഒരു തൊഴിലാളിയിൽ നിന്നും ഒരു റൂഫിംഗ് എക്സ്പേർട്ടായുള്ള മാറ്റം നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉറപ്പുവരുത്തുന്നു. ഒരു റൂഫിംഗ് എക്സ്പേർട്ട് അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. ആദ്യമായി, റൂഫിംഗ് ചെയ്യുവാൻ പോകുന്ന കെട്ടിടത്തിന്റെ ഡിസൈൻ വിലയിരുത്തുക. ഒരു വീടിന് റൂഫിംഗ് ചെയ്യുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഉപയോഗം. രണ്ട്, ഭംഗി. ഇന്ന് വിപണിയിൽ ബ്രാൻഡഡും അല്ലാത്തതുമായ പലതരം റൂഫിംഗ് ഷീറ്റുകൾ ലഭ്യമാണ്. ഗുണമേന്മയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ലാതെ റൂഫിംഗ് ഷീറ്റുകൾ തിരഞ്ഞെടുക്കുകയെന്ന പ്രവണതയാണ് ഇന്നേറെ കണ്ടുവരുന്നത്. ഇത്തരം ഷീറ്റുകൾ ഉപയോഗിച്ച് റൂഫിംഗ് ചെയ്യുമ്പോൾ അവ ആദ്യത്തെ കുറച്ചു മാസങ്ങളിൽ മാത്രം കരുത്തോടെ നിൽക്കുകയും കാലാവസ്ഥ മാറുന്നതിനൊപ്പം റൂഫിംഗിൽ പലതരം പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്യുന്നു. ചോർച്ച, നിറം മങ്ങൽ, വിള്ളൽ എന്നീ പ്രശ്നങ്ങൾ വീട്ടുടമയെ അലട്ടുന്നതിനൊപ്പം നിങ്ങളുടെ പ്രതിച്ഛായയെയും പ്രതികൂലമായി ബാധിക്കുന്നു. റൂഫിംഗ് ഷീറ്റുകളുടെ ഗുണമേന്മ നിർണ്ണയിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ്. ആദ്യത്തേത് ഷീറ്റുകളുടെ ബേസ് മെറ്റലിന്റെ കനം അഥവാ തിക്നെസ്. ഗുണമേന്മ കുറഞ്ഞ റൂഫിംഗ് ഷീറ്റുകളിൽ ബേസ് മെറ്റലിന്റെ തിക്നെസ് നിശ്ചിത അളവിൽ നിന്നും വളരെ കുറവായിരിക്കും. ഇതുമൂലം ഷീറ്റുകളുടെ ബലം കുറയുകയും അവ പെട്ടെന്ന് തുരുമ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാന ഘടകമാണ് ഷീറ്റുകളുടെ കോറിഗേഷൻ അഥവാ റിബ്സ്. ഷീറ്റുകളിൽ കോറിഗേഷൻ കുറയ്ക്കുന്നതിലൂടെ അവയ്ക്ക് കൂടുതൽ കവറേജ് അഥവാ വീതി ലഭിക്കുന്നു. എന്നാൽ ഇത്തരം ഷീറ്റുകൾക്ക് ഒട്ടും തന്നെ ബലമുണ്ടാകില്ല. ബേസ് മെറ്റലിന്റെ തിക്നെസ് കുറയ്ക്കുക, കവറേജിനു വേണ്ടി ബലം കുറയ്ക്കുക എന്നീ തെറ്റായ പ്രവണതകളാണ് ഇന്ന് വിപണിയെ തളർത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് സാങ്കേതികമായി വികസിപ്പിച്ചെടുത്ത ഒരു പ്രൊഫൈലിന്റെ അനിവാര്യത വിപണിയിലുണ്ടായത്. ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ജിയോ റൂഫ് ആലുസിങ്ക് റൂഫിംഗ് ഷീറ്റുകൾ വിപണിയിലേക്ക് പ്രവേശിക്കുന്നത്. ജിയോ റൂഫ് റൂഫിംഗ് ഷീറ്റുകളുടെ ഒരു ക്രോസ് സെക്ഷൻ പരിശോധിക്കുമ്പോൾ അവയിൽ വ്യക്തമാകുന്നത് ഏറെ സവിശേഷതകളാണ്. കൃത്യമായ കനത്തിലുള്ള ബേസ് മെറ്റലിന്മേൽ ഉന്നത നിലവാരത്തിലുള്ള ആലൂസിംഗ് കോട്ടിങ്ങും ദീർഘകാലം നിലനിൽക്കുന്ന കളർ കോട്ടിങ്ങുമാണ് ജിയോ റൂഫ് ആലൂസിംഗ് ഷീറ്റുകളെ സാധാരണ റൂഫിംഗ് ഷീറ്റുകളേക്കാൾ മികച്ചതാക്കുന്നത്. ഒപ്പം ജിയോ റൂഫിന് മാത്രമുള്ള സവിശേഷതകളാണ് വിസ്റ്റ 5 റിബ്, XRD ടെക്നോളജിയാൽ വികസിപ്പിച്ചെടുത്ത സ്റ്റേഡി 6 റിബ് എന്നീ പ്രൊഫൈലുകൾ. കൂടാതെ ഒട്ടനവധി വർണ്ണങ്ങളിലും ജിയോ റൂഫ് റൂഫിംഗ് ഷീറ്റുകൾ ലഭ്യമാകുന്നു. ഇവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് കൂടുതൽ കവറേജ്, അധികം ഈട്, ഒപ്പം ആകർഷകമായ വർണ്ണങ്ങളുമാണ്. പ്രാചീന റോമൻ ആർക്കിടെക്ചറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരു പുതിയ പ്രൊഫൈൽ കൂടി ആദ്യമായി വിപണിയിലെത്തിക്കുകയാണ് ജിയോ റൂഫ്. ജിയോ റൂഫ് യൂറോ ടൈൽ ഗ്രാൻഡ്യുവർ, യൂറോ ടൈൽ എന്നീ പ്രൊഫൈലുകളാവും വരും കാലങ്ങളിൽ വിപണിയിലെ ഏറ്റവും പുതിയ ട്രെൻഡ്.
രണ്ടാമതായി, റൂഫിങ്ങിന് ആവശ്യമായ ഷീറ്റുകളുടെ എണ്ണവും അളവും തിട്ടപ്പെടുത്തുക എന്നതാണ്. ഒരു നിശ്ചിത ഏരിയ റൂഫ് ചെയ്യാനായി ആവശ്യമായ ഷീറ്റുകളുടെ നീളവും എണ്ണവും കണക്കിലെടുക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സാധാരണ റൂഫിംഗ് ഷീറ്റുകൾ പരിമിതമായ അളവിൽ മാത്രമേ ലഭിക്കൂ. അപ്പോൾ ഒരു നിശ്ചിത ഏരിയ റൂഫിംഗ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഷീറ്റുകൾ തികയാതെ വരുന്നു, അല്ലെങ്കിൽ അവ അധികമാകുന്നു. എന്നാൽ ജിയോ റൂഫ് റൂഫിംഗ് ഷീറ്റുകൾ നിങ്ങൾക്ക് കട്ട് ടു ലെങ്ത് അളവുകളിൽ ലഭിക്കുന്നു. അതായത് 1/2 മീറ്റർ മുതൽ 7.5 മീറ്റർ വരെ ഏതളവിലും നിങ്ങൾക്ക് ജിയോ റൂഫ് റൂഫിംഗ് ഷീറ്റുകൾ മുറിച്ചു വാങ്ങാവുന്നതാണ്. കട്ട് ടു ലെങ്ത് അളവിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഇവയൊക്കെയാണ്. ഷീറ്റുകൾ വേസ്റ്റ് ആകുന്നില്ല, എക്സ്ട്രാ ആക്സസറികൾ ആവശ്യമാകുന്നില്ല. അങ്ങനെ നിങ്ങളുടെ വർക്കിംഗ് കോസ്റ്റും കുറയുന്നു. ഒപ്പം വ്യത്യസ്തമായ ഡിസൈനുകൾക്കായി ഏതളവിലും റൂഫിംഗ് ഷീറ്റുകൾ ക്രിമ്പ് ചെയ്ത് ലഭിക്കുന്നത് ജിയോ റൂഫിന്റെ മാത്രം സവിശേഷതയാണ്. ഷീറ്റുകളുടെ ട്രാൻസ്പോർട്ടേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വണ്ടിയിലെ മെറ്റൽ ഭാഗങ്ങളുമായി സമ്പർക്കമുണ്ടാകാതിരിക്കാൻ ഷീറ്റുകൾ തടികൊണ്ടുള്ള പാഡിങ്ങിന്മേൽ അടുക്കുക. ഷീറ്റുകൾ വാഹനത്തിനു മുകളിൽ കയറ്റുമ്പോൾ തുണി കൊണ്ടുള്ള പാഡിംഗ് ഉറപ്പുവരുത്തുക. മാത്രമല്ല, ഷീറ്റുകൾ വളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി, ഷീറ്റുകൾ സ്റ്റോർ ചെയ്യേണ്ട വിധമാണ്. കുറേ ഷീറ്റുകൾ അടുക്കി വെക്കേണ്ട സാഹചര്യത്തിൽ അവ നിലത്ത് തടികൊണ്ടുള്ള പാഡിങ്ങിനുമേൽ വെള്ളം ഊർന്നു പോകും വിധം ചരിച്ചു വയ്ക്കുക. 1-2 ഷീറ്റുകളാണെങ്കിൽ അവ ചാരി വയ്ക്കുന്നതാണ് ഉത്തമം. ഒപ്പം ഈർപ്പം തട്ടാതിരിക്കാൻ അവ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് മൂടി വയ്ക്കുക. അഞ്ചാമതായി, ഷീറ്റുകൾ വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. റൂഫിംഗ് വർക്ക് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആവശ്യമായ പണിസാധനങ്ങളെല്ലാം നിങ്ങളുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഷീറ്റുകൾ വിരിക്കുമ്പോൾ 2 ഷീറ്റുകളുടെ കോറിഗേഷൻ കൃത്യമായി വീഴുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഷീറ്റുകൾ യോജിപ്പിക്കാൻ സെൽഫ് ഫാസനിംഗ് സ്ക്രൂകൾ തന്നെ ഉപയോഗിക്കുക. സ്ക്രൂ ചെയ്തതിനു ശേഷം സിലിക്കൺ സീലന്റ് ഉപയോഗിച്ച് അവ സീൽ ചെയ്യുന്നതിലൂടെ തുരുമ്പെടുക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ ഉണ്ടാകുന്നില്ല. ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് സ്ക്രൂ ചെയ്യുമ്പോൾ പുറത്തുവരുന്ന മെറ്റൽ തരികൾ. ഈ മെറ്റൽ തരികൾ കാലക്രമേണ തുരുമ്പായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഷീറ്റുകൾ മേഞ്ഞതിനു ശേഷം ഈ തരികൾ തുടച്ചു മാറ്റാൻ മറക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത വിഷയമാണ് നിങ്ങളുടെ സുരക്ഷിതത്വം. റൂഫിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലി ഏറെ അപകടമുള്ളതാണ്. ബഹുനില കെട്ടിടങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഹെൽമറ്റ്, സേഫ്റ്റി ബെൽറ്റ്, ഷൂസ് എന്നിവ അനിവാര്യമാണ്. ഈ സുരക്ഷാ മുൻകരുതലുകൾ നിങ്ങളുടെ ജോലി ഏറെ എളുപ്പവും സുരക്ഷിതവുമാക്കി മാറ്റുന്നു. ലളിതമായ ഈ പ്രവർത്തന രീതികളും സുരക്ഷാ മുൻകരുതലുകളും പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന റൂഫിംഗ് മേഖലയുടെ ഉയരങ്ങളിലെത്താം.